കേരളത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിക്ക് രൂപം നൽകിയിട്ടുള്ള ഒരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഏറ്റവും അതിന്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് എൻ്റെ പ്രിയ സുഹൃത്തായ ജോബി സാറാണ്. ഈ ഗ്രാമത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു ജീവിത മാതൃകയെ കുറിച്ചിട്ട് എന്താണ് ജോബി സാറിന് പറയാനുള്ളത് എന്ന് നോക്കാം. 2015 എൻജി യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഒരു ശില്പശാലയുടെ വെളിച്ചത്തിൽ ആ ശില്പശാല നയിച്ചത് തോമസ് അബ്രഹാം സാർ എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ ആയിട്ട് അറിയപ്പെടുന്ന TCI എന്ന് പറയുന്ന ആ ഒരു മനഃശാസ്ത്രം, വളർത്തുന്ന മനഃശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവും അതൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളും ഈ തോമസ് അബ്രഹാം സാർ. അദ്ദേഹത്തിൽ നിന്ന് നടത്തിയ ഒരു ശില്പശാലയിൽ ഞങ്ങള് ഒരു തീരുമാനമെടുത്തു. നമുക്ക് ഒരു സീനിയർ സിറ്റിസന്റെ വയോജനങ്ങൾക്ക് കൂട്ടായ്മ എന്തുകൊണ്ട് ഉണ്ടാക്കിക്കൂടാ. അങ്ങനെ ഒരു കൂട്ടായ്മ പിറക്കുന്നു. അങ്ങനെ 2019 വരെ കൂട്ടായ്മ വിവിധ കാര്യങ്ങൾ ചെയ്തു പോന്നു. അതിനുശേഷം 2019 ആയപ്പോൾ ഇങ്ങനൊരു പുതിയ ചിന്തയുണ്ടായി. എന്തിനു നമ്മൾ വേറിട്ട ഗൃഹങ്ങളിൽ താമസിക്കുന്നു, നമുക്ക് ഒരുമിച്ച് താമസിച്ചു. അവിടെയാണ് ഈ ഒരു ആശയം മുളപൊട്ടിയത്. അങ്ങനെ ഉണ്ടായ ആശയത്തിൽ നിന്നും 2019 15 കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചതിന്റെ വെളിച്ചത്തിൽ പല സ്ഥലങ്ങളിൽ കണ്ട് അവസാനം അന്ത്യാളം എന്ന് പറയുന്ന ഗ്രാമത്തില് പുഴയുടെ തീരത്ത് 1.5 ഏക്കർ സ്ഥലം കണ്ടെത്തുന്നു. ആ സ്ഥലം വാങ്ങിക്കുന്നു. ആ സ്ഥലം വാങ്ങിച്ച ശേഷം ഞങ്ങളുടെ കൂടെ തന്നെയുള്ള, ഞങ്ങളുടെ സിനർജി എന്ന് പറയുന്ന ഈ സംഘടനയിൽ തന്നെയുള്ള എബ്രാഹിം സാറ് ഈ സ്ഥലം ഒരു രൂപകൽപ്പന ചെയ്തു. അതിനകത്ത് 15 കൊച്ചു കൊച്ചു വീടുകൾ. ഈ വീടുകളുടെ പ്രത്യേകത, എല്ലാ വീടുകളിലും അതിന്റെ ഏരിയ പറയുകയാണെങ്കിൽ 700 സ്ക്വയർ ഫീറ്റ് കൊടുക്കും. 700 സ്ക്വയർ ഫീറ്റിനകത്ത് 2 ചെറിയ മുറികള്, ഒരു ചെറിയ ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഇത്രയും ഉള്ളൂ എല്ലാ വീടുകൾക്കും കോമൺ ആയിട്ട്. പുറത്ത് നോക്കിയ എല്ലാ വീടും ഒരുപോലെ. ഈ വീടുകൾക്കൊന്നിനും അടുക്കള ഇല്ല എന്നുള്ളത്. അങ്ങനെ 15 വീടുകൾ 2024 പണി പൂർത്തിയാക്കുന്നു. 24 നവംബറിൽ ഈ വീടുകളുടെ ഉദ്ഘാടനം നടക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അടുക്കള ഇല്ലെങ്കിലും കോമൺ ആയിട്ടൊരു അടുക്കളയുണ്ട്, കോമൺ ആയിട്ടൊരു ഡൈനിങ് ഹാളുണ്ട്, കോമൺ ആയിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹാളുണ്ട്. ഇനി ആരെങ്കിലും ഗസ്റ്റുകൾ വന്നാൽ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ മാനസികമായി ഒരു പരുവപ്പെടലിന് ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് എല്ലാവർക്കും അടുത്തറിയാം, എല്ലാവരും പരസ്പരം സഹായിക്കുന്നു, എല്ലാവരും പരസ്പരം പൂരകങ്ങളാണ് എന്നുള്ളത്. അതായത് എല്ലാവരും വ്യത്യസ്തരാണ്, പക്ഷേ അതോടൊപ്പം തന്നെ എല്ലാവരും കൂടി ചേരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് ഈ സിനർജി ഹോംസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടത്. ഈ സിനർജി ഹോംസിന്റെ പ്രത്യേകത, ഇതിന് മതിലുകളില്ല, ഗേറ്റ് ഇല്ല, കോമ്പൗണ്ട് വാളുകളില്ല. എല്ലാ വീടുകളും തമ്മിൽ പ്രത്യേകിച്ച് വേർതിരിവുകളൊന്നുമില്ല. അടുത്തടുത്ത വീടുകൾ അടുത്തടുത്ത് താമസിക്കുന്നു. തൊട്ടടുത്തുള്ളവരെ എപ്പം വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കത്തക്ക രീതിയിൽ പരസ്പര സഹകരണത്തിന്റെ ഒരു മോഡലിലാണ് ആ വീടുകൾ കടന്നത്, അല്ലേ? ഇത് മാത്രമല്ല, ഒരു കൂട്ടായ്മ, ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയുടെ രീതിയിലാണ് ആ വീടുകൾ മുന്നോട്ട് പോയി. അതെ, അതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എല്ലാവരും കൂടെ കുറെ ചർച്ചകളൊക്കെ നടത്തുന്നു. ചിലര് നമുക്ക് ഫ്രീ ടൈമിൽ അവിടെ ചെടികളെല്ലാം നടാനുണ്ട്, മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, അത് പരിപാലിക്കുന്നു. അതുകൂടാതെ അടുക്കളയിലാണെങ്കിൽ നമുക്ക് സ്ത്രീയെ സഹായിട്ടുണ്ട്, ജോലിക്കാരുണ്ട്, അവരെ സഹായിക്കാൻ സാധിക്കുന്നു. ഇടയ്ക്ക് പുഴയിൽ കുളിക്കാൻ സാധിക്കുന്നു. കൂടുതൽ ആൾക്കാരും ഞങ്ങളുടെ കൂടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പുഴയിലാണ് കുളിക്കുന്നത്. അതിനൊരു സുഖം, ഒരു പ്രത്യേക സുഖം തന്നെയാണ്. ഒറ്റപ്പെട്ടു പോകുന്ന മാതാപിതാക്കളെ, മക്കളൊക്കെ വിദേശത്തായി നിൽക്കുന്നവർക്ക് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഒരു കൂട്ടായ്മയെ, എനിക്ക് തോന്നുന്നു മക്കൾക്കും അതിൽ സമാധാനമുണ്ട്. കാരണം തന്റെ അച്ഛനും അമ്മയും ഒക്കെ അവർ ഒറ്റയ്ക്ക് ആളില്ലല്ലോ, ഒരു കൂട്ടായ്മയിലാണല്ലോ ജീവിക്കുന്നത് എന്നൊരു സമാധാനം അവർക്കും തന്നെ ഉണ്ടാവും. സാർ പറഞ്ഞത് വളരെ സത്യമാണ്. നമ്മുടെ കേരളത്തിലാണ് താമസിക്കുന്നതെങ്കിലും അവർ ദൂരെയാണ്. അവർക്ക് ആർക്കും അപ്പനെയും അമ്മയും നോക്കാൻ സമയം കിട്ടുന്നില്ല. തന്നെയുമല്ല, അവര് വല്ലപ്പോഴും ഒക്കെ വരുന്നുള്ളൂ. ഇങ്ങനെ വരുമ്പോൾ ഈ ഒറ്റപ്പെട്ട് താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മാനസിക പിരിമുറുക്കം
അവർക്ക് ആരോട് സംസാരിക്കാനില്ല, പങ്കുവെക്കാനില്ല. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ജീവിക്കുമ്പോൾ ഇങ്ങനൊരു കൂട്ടായ്മ ഇതിനൊക്കെ ഒരു ബദലാണ്. അവർക്ക് അവിടെ ഒരുമിച്ച് താമസിക്കാൻ സാധിക്കുന്നു, പങ്കുവെക്കാൻ സാധിക്കുന്നു, ഒരുമിച്ച് കളികളിൽ ഏർപ്പെടാൻ സാധിക്കുന്നു, കൃഷി ചെയ്യാൻ സാധിക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ നാട്ടിലുള്ള ഫ്രണ്ട്സ് എന്നിവരെ ഞങ്ങൾ അവിടെ വിളിച്ചുകൂട്ടി അവരുമായിട്ട് നാട്ടുകാരുമായിട്ടൊരു നല്ല ബന്ധമുണ്ട്. അവരും നമ്മളോടൊപ്പം തന്നെ പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺസ് അവിടെ നമ്മളോട് കൂടുന്നുണ്ട്. അങ്ങനെ അവരുടെ ജീവിതത്തിൽ തന്നെ ഒരു മാറ്റം വന്നു. ഞങ്ങളുടെ കൂടെയുള്ള പലരും ഒറ്റപ്പെട്ട് ജീവിച്ചവരായിരുന്നു. അവരെല്ലാം ജീവിതം പച്ച പിടിച്ചു പോയത്. അവർ വലിയ ഹാപ്പിയായി. ശരിക്കും സിനർജി പോലെയുള്ള ആ പുതിയ സംരംഭങ്ങൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടില് ഒരു പുതിയ സംസ്കാരം വളർന്നു വരികയാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിൽ പോലും ശരിക്കും ഒരു നല്ല ഒരു കാഴ്ചപ്പാട്, സമൂഹത്തിൽ പുതിയൊരു കാഴ്ചപ്പാട് വളർന്നു വരുവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പുതിയ സംരംഭമായി തന്നെയാണ് നമുക്ക് ഈ ഒരു കാഴ്ചപ്പാടിനെ കാണാൻ കഴിയുക. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവർ ഒന്നിച്ച് ഒരു കൂരയ്ക്കുള്ളിൽ താമസിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾ ട്രെയിനിങ് മേഖലയിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെ വർഷങ്ങൾ സാറുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. സാറിന്റെ ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നൽകുന്നു. താങ്ക് യു സർ.